എല്ലാവർക്കും നമസ്കാരം. ഡബ്ലിൻ ബല്ലു വേൾഡിന്റെ യൂട്യൂബ് ചാനലിലേക്ക് വലിയ സ്വാഗതം. ദിസ് ജാസൺ ലോയിസ് ഫ്രം ഡബ്ലിൻ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ റീസെന്റ് ആയിട്ട് നമ്മുടെ ഒരു വ്യൂവർ, ആക്ച്വലി നമ്മളെ വീഡിയോ കാണുന്ന ഒരാൾ ചോദിച്ചൊരു ഡൗട്ടിനെ കുറിച്ച് ജസ്റ്റ് എന്ന് പറയാൻ വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഞാൻ ഏതോ ഒരു വീഡിയോയിൽ, മീൻസ് അട്ടപ്പാടിയിലുള്ള നമ്മുടെ കുരുക്കഴിക്കുന്ന മാതാവിന്റെ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പോരുന്ന സമയത്തൊക്കെ അവിടെ പോയിട്ട് ആ പ്രാർത്ഥന ചൊല്ലിയ സമയത്തിനെ കുറിച്ചും അതുപോലെ തന്നെ അതിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞതിന്റെ വെളിച്ചത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു അവർ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് പറയാമെന്ന് വിചാരിച്ചു വന്നിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഡബ്ലിൻ ബല്ലു വേൾഡ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം അട്ടപ്പാടിയെ കുറിച്ചാണ് ഇന്നത്തെ ഒരു അട്ടപ്പാടി നമ്മുടെ സിഹിയോൻ ധ്യാന കേന്ദ്രത്തിലുള്ള നമ്മുടെ കുരുക്കഴിക്കുന്ന മാതാവിന്റെ ആ ഇടത്തെക്കുറിച്ചും അവിടുത്തെ ആ രീതിയെ കുറിച്ചും ഒന്ന് പറയാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പം വെൽക്കം ടു ദി വീഡിയോ. ഓക്കെ, അപ്പൊ നമ്മുടെ അട്ടപ്പാടി സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ചെല്ലുന്ന, അല്ലെങ്കിൽ അട്ടപ്പാടി വിസിറ്റ് ചെയ്യാനൊക്കെ ചെല്ലുന്ന എല്ലാ ആളുകളും എപ്പോഴും പോകുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഭയങ്കര വിശുദ്ധമായിട്ടുള്ള ഒരു പ്ലേസ് ആണ് നമ്മുടെ ധ്യാന കേന്ദ്രം കഴിഞ്ഞ് മുന്നോട്ട് കയറി ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കുരിശുമലയിലേക്ക് പോകുന്നതിന്റെ ആ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ മാതാവിന്റെ കുരുക്കഴിക്കുന്ന മാതാവിന്റെ ഇടം, അല്ലെങ്കിൽ നമ്മുടെ അൾത്താരയുടെ അടുത്തുള്ള ആ ഇടത്തെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. ഇപ്പം കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് ഈ ഒരു പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് ജീവിതത്തിന്റെ തടസ്സങ്ങൾ മാറാൻ, അല്ലെങ്കിൽ ജോലിയുടെ തടസ്സങ്ങൾ മാറാൻ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വിസ പ്രോസസ്സിന്റെ തടസ്സങ്ങളൊക്കെ മാറാൻ വേണ്ടി ഒരുപാട് പേര് ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നല്ല വിശ്വാസമുള്ളൊരു ഒത്തിരി ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. ഒരുപാട് പേര് ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് പലർക്കും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നതായിട്ട് നമുക്കറിയാം. പേഴ്സണലി സ്പീക്കിംഗ്, എന്റെ കാര്യത്തിലും ഞാൻ പറഞ്ഞില്ലേ, വിസയുടെ വന്ന സമയത്ത് ഞാൻ 29 പ്രാവശ്യത്തോളം അവിടെ പോയിട്ട് വിസിറ്റ് ചെയ്ത് ഈ പ്രാർത്ഥന ചൊല്ലിയിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പൊ നമ്മുടെ അട്ടപ്പാടി ധ്യാന കേന്ദ്രത്തില് നമ്മുടെ കുരിശുമലയിലെ കൽക്കുരിശുമലയിലേക്ക് പോകുന്നതിന്റെ അടുത്ത് നമ്മുടെ ധ്യാനമൊക്കെ നടക്കുന്ന, അല്ലെങ്കിൽ കുർബാന നടക്കുന്ന, അല്ലെങ്കിൽ ആരാധന നടക്കുന്ന നമ്മുടെ അൾത്താരയൊക്കെ അറിയാം, താഴെ ഭാഗത്തായിട്ട് അല്ലെ. അതിന്റെ തൊട്ടിപ്പുറത്താണ് നമ്മുടെ ഈ എന്താ പറയാ, നമ്മുടെ മാതാവിന്റെ, അല്ലെങ്കിൽ നമ്മുടെ കുരുക്കഴിക്കുന്ന മാതാവിനോട് പ്രാർത്ഥിക്കാനുള്ള ഒരിടം. അവിടെ മാതാവിന്റെ ഒരു രൂപവും അതുപോലെ തന്നെ കുരുക്കഴിക്കുന്ന മാതാവിന്റെ രൂപം നമ്മൾ കാണാം. അതിന് മുന്നിൽ വെച്ചിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പ്രത്യേകം അതിനൊരു പ്രാർത്ഥന പേജ്, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന അച്ചടിച്ച ഒരു പേപ്പർ ഉണ്ട്. ആക്ച്വലി നമ്മൾക്ക് മുകളിൽ ബൈബിള് കാര്യങ്ങളൊക്കെ മേടിക്കാൻ കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പൊ ആ പ്രാർത്ഥനയാണ് നമ്മൾ മാതാവിന് മുന്നിൽ വന്ന് ചൊല്ലി നമ്മുടെ പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാവുന്ന ഒരിടമാണ്. ആക്ച്വലി അവിടെ നമുക്ക് നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ എഴുതാൻ വേണ്ടി 2 ബക്കറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് പ്രാർത്ഥനാ നിയോഗങ്ങൾ എഴുതിയിടാം. അതിനോടൊപ്പം തന്നെ നമുക്ക് നേർച്ചകൾ സമർപ്പിക്കാം, മുട്ടുമേൽ നിന്നിട്ട് ഇത് പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ തന്നെയുണ്ട്, ഈ കുരുക്കഴിക്കുന്ന മാതാവിന്റെ മുന്നിൽ തന്നെയുണ്ട്. അപ്പോൾ കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന എത്ര പ്രാവശ്യം ചെല്ലണമെന്ന് അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ചൊന്നുമല്ല, നമ്മളുടെ ഇഷ്ടം പോലെ നമ്മൾക്ക് എത്ര പ്രാവശ്യം ചെല്ലണം എന്ന് തോന്നുന്നു അത്ര പ്രാവശ്യം ചെല്ലുക. ഒരു 50 പ്രാവശ്യമൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമുക്ക് അവിടെ സമയം ചെലവഴിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് ശാന്തമായിട്ട്, വളരെ ശാന്തമായിട്ടൊരു അന്തരീക്ഷമാണ്. ആക്ച്വലി ഇട ദിവസങ്ങളിലൊക്കെ പോകാന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പോയിരുന്ന് ശാന്തമായിട്ടിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എന്താ പറയാ, നമ്മുടെ പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ വെച്ച് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കുന്നതിനും സൗകര്യമുണ്ട് അവിടെ. അപ്പം ഈ ഒരു പ്രാർത്ഥന കുരുക്കളടിക്കുന്ന ഒരുപാട് പേരുടെ കാര്യങ്ങൾ, ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് ഒരു പരിഹാരം കിട്ടുന്ന, എല്ലാം നമ്മുടെ ഒരു വിശ്വാസമാണ്. അപ്പൊ പരിഹാരം കിട്ടുന്ന രീതിയിലുള്ള ഒരു ഇടം തന്നെയാണ് കുരുക്കഴിക്കുന്ന മാതാവിനുള്ള ആ ഒരു പ്രാർത്ഥന. അങ്ങനെയുള്ള നമ്മുടെ ഏതെങ്കിലും രീതിയിൽ തടസ്സങ്ങളും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജോലിയുടെ ഭാഗത്തോ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ ഭാഗത്തോ, അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളുടെ ഭാഗത്തോ, അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലുള്ള എന്ത് പ്രശ്നങ്ങളുടെ കാര്യത്തിലും നമുക്ക് ഇടപെടാൻ പറ്റിയ, അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരിടം തന്നെയാണ് കുരുക്കഴിക്കുന്ന മാതാവിനുള്ള പ്രാർത്ഥനയും ആ ഒരു പ്ലേസ്. കുരുക്കഴിക്കുന്ന മാതാവിനുള്ള പ്രാർത്ഥന ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് മുകളിൽ നമ്മുടെ ബൈബിള്, അല്ലെങ്കിൽ പ്രാർത്ഥനാ പുസ്തകം, കൊന്ത, അങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കാൻ കിട്ടുന്ന മുകളിൽ ഒരു പ്ലേസ് ഉണ്ട്. ആക്ച്വലി നമ്മുടെ അച്ഛന്റെ റൂമിന്റെ ഒക്കെ അടുത്തായിട്ടുള്ള. അപ്പം അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള പ്രാർത്ഥന നമുക്കൊരു 10 രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ അങ്ങനെയല്ല, അങ്ങനെ മേടിക്കണമെങ്കിൽ അങ്ങനെ മേടിച്ച് അവിടെ നിന്ന് എടുത്ത് പ്രാർത്ഥിക്കാമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഏതെങ്കിലും രീതിയിൽ നമ്മളത് പ്രാർത്ഥന എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി. അതുപോലെ ഒരുപാട് എനിക്കറിയാവുന്ന ഒരുപാട് പേരുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് കടന്നു വരികാനൊക്കെ ഈ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് അത്ഭുത ശക്തിയുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്, ഉണ്ട് എന്ന് തന്നെ പറയുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് അവിടെ പോയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വിസ തടസ്സങ്ങളുള്ളവർക്കൊക്കെ ഉറപ്പായിട്ടും പ്രാർത്ഥിക്കാൻ പറ്റിയ പ്രാർത്ഥനയാണ്, തടസ്സങ്ങൾ മാറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന കേട്ടോ. അപ്പം ചോദിച്ച ആ ഒരു കാര്യത്തെക്കുറിച്ച് എക്സ്പ്ലനേഷൻ തന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും കുരുക്കഴിക്കുന്ന മാതാവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.